ഹലോ, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെ വന്നിരിക്കുകയാണ്. ഇത് വേറെ എങ്ങോട്ടില്ല, ഇപ്രാവശ്യം ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ അയക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരോടും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായ എൻ്റെ സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഞാൻ 10-12 വർഷമായിട്ട് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇന്നേ വരെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ അവിടെ നിൽക്കണത്. അറിയാവുന്ന എയർപോർട്ട്, അറിയാവുന്ന സ്റ്റാഫ് എല്ലാം അറിയാവുന്നതായതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതില്ലായിരുന്നു. എനിക്ക് ആകെ ഒരു ടെൻഷനല്ല, ആകെ ഒരു പേടിയുള്ളത് ഫ്ലൈറ്റിൽ കയറണം, അതായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം അതുകൊണ്ട് എല്ലാവരോടും കൂടി എല്ലാ സ്റ്റാഫും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാടെ, എല്ലാവരും പറഞ്ഞെന്നെ പേടിപ്പിച്ചിരുന്നു എയർബോൺ ആകുമ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അതിൻ്റെ ചെറിയ പേടി ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ ഞങ്ങൾ ലോഞ്ചിൽ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാമെന്ന് വെച്ച് അവിടെ ഇറങ്ങിയപ്പോൾ ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ കുറേ നേരം അവിടെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്ത് അവിടെ ഇരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് 2:10 ഡിപ്പാർച്ചർ ആയിരുന്നു. 2:10 1 hour ഡിലേ. 3 മണിയാകുമ്പോഴാണ് ഫ്ലൈറ്റ് വരികയെന്ന് പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് വന്ന് ബോർഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഗേറ്റ് ആയിരുന്നു. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനും നല്ലൊരു ഇതുമുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ ആ പോയിൻ്റെ ഒരു എന്താ പറയുക, ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇപ്പോഴും. തുള്ളിക്കളിച്ച് പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളായിരുന്നു ലാസ്റ്റ് പാസഞ്ചേഴ്സ്, ഞങ്ങളാണ് ലാസ്റ്റ് ബോർഡായത്. അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് ബോർഡാകുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇതിപ്പോൾ കയറാൻ പോകുന്നതിൻ്റെയാണ് രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഫ്ലൈറ്റിലെ വിശേഷമാവാം. എനിക്ക് എയർബോൺ ആയപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെവി ഹെഡ്സെറ്റൊക്കെ വെച്ച് അങ്ങനെയാണ് ഇരുന്നത്. കണ്ണടച്ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ സൈഡിലേക്ക് നോക്കിയില്ല, വ്യൂ എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും ഞാൻ നോക്കിയില്ല. കാരണം എല്ലാവരോടും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചുകൊണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് കണ്ണ് തുറന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണുന്നത്. എന്താ പറയുക, സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയൊരു ഡ്രീം, എന്താ പറയുക, ഡ്രീം സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇത് വേറെ എങ്ങോട്ടല്ല ഞങ്ങൾ പോകുന്നത്. ആ സ്ഥലം, ആ ഡെസ്റ്റിനേഷനിലേക്ക് ഇപ്പം ലാൻഡാവും. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയതും ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ണ് തുറന്ന് വീഴ്ചിരുന്നതുകൊണ്ട് എനിക്കെല്ലാം എടുക്കാൻ പറ്റി. നിറയെ ഫ്ലൈറ്റ്, ഇത്രയും വലിയൊരു എയർപോർട്ട്, കൊച്ചി എയർപോർട്ട് വിട്ട് ഞാൻ വേറെ എയർപോർട്ടിലേക്ക് പോയിട്ടുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, ആ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ വേറെ എങ്ങോട്ടുള്ളതാണ് വന്നത്. തായ്ലൻഡിലേക്കാണ് 5 days ട്രിപ്പ്. ഇങ്ങനൊരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ എൻ്റെ കട്ട ഫ്രണ്ട്സ് കട്ടയ്ക്ക് നിന്ന്. കാരണം അവരൊക്കെ ഇതിന് മുന്നേ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ മാത്രമേ ഫ്ലൈ ചെയ്തിട്ടില്ല.